ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അസ്മാഉൽ ഹുസ്നയിലെ ആദ്യത്തെ ഇസ്മായിട്ടുള്ള യാ അല്ലാഹു എന്ന് പറയുന്ന ഒരു ഇസ്മിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും അത് ചൊല്ലിയാൽ കിട്ടുന്ന ഗുണങ്ങളെക്കുറിച്ചുമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണുക. നമുക്കെല്ലാവർക്കും അറിയാം, അസ്മാഉൽ ഹുസ്നയുടെ ഓരോ ഇസ്മുകൾക്കും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളും അതുപോലെ തന്നെ നമുക്ക് ഈ ലോകത്തും പരലോകത്തും ഗുണം കിട്ടുന്ന തരത്തിലുള്ള ഒരുപാട് ഗുണങ്ങളും അതിനുണ്ട്. യാ അല്ലാഹു എന്ന് പറയുന്ന ഈ ഒരു ഇസ്മ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു ഇസ്മ തന്നെയാണ്. ഒരു ഇസ്മുൽ അഅ്ലമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഇസ്മ കൂടിയാണ് യാ അല്ലാഹു, യാ അല്ലാ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എപ്പോൾ എങ്ങനെ ചൊല്ലണം എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ഒരു ഇസ്മ നമ്മൾ വെള്ളിയാഴ്ച ദിവസം ജുമയ്ക്ക് മുമ്പായിട്ട് 200 തവണയാണ് ചൊല്ലേണ്ടത്. ആളൊഴിഞ്ഞ ഒരു സ്ഥലത്തിരുന്ന് ചൊല്ലുന്നതാണ് ഏറ്റവും ഉത്തമം. നമ്മുടെ റൂമിലോ ഹാളിലോ നമുക്കിഷ്ടമുള്ള അധികം ആളുകളില്ലാത്ത ഒറ്റപ്പെട്ട സ്ഥലത്ത് ഇരുന്ന് ഈ ഒരു നാമം ശുദ്ധിയോടുകൂടി ചൊല്ലി നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഹലാലായ കാര്യമാണെങ്കിൽ അത് നടന്നിരിക്കും ഇൻഷാ അല്ലാഹ്. അതുപോലെ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു ആവശ്യം നിറവേറുന്നതാണ്. അതുപോലെ ഈ ഒരു ഇസ്മ നമ്മൾ അധികരിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുകയും അതുപോലെ മനസ്സിൽ നിന്നുള്ള സംശയങ്ങളും നമ്മുടെ മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാവുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും മനസ്സിലെ ഓരോ ആവശ്യങ്ങൾ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഓരോ എക്സ്പീരിയൻസുകൾ ഇത് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.